ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജിയിലെ യൂണിറ്റ് 4 ആണ്. അതായത് സെക്കൻഡ് സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് പെഡഗോജി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ ചില സബ്ജക്റ്റുകളുടെ സ്പെഷ്യലൈസേഷനിൽ 4ാമത്തെ യൂണിറ്റായിട്ട് വരുന്നത് റിസോഴ്സ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, സോ അത് വിശദമായി നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്നു എഡ്യൂക്കേഷണൽ റിസോഴ്സ് മീനിങ്. ആദ്യം പറയുന്നത് എഡ്യൂക്കേഷണൽ റിസോഴ്സ് എന്നാൽ എന്താണ്, അതിൻ്റെ മീനിങ്, അർത്ഥം എന്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ എ ലേണിംഗ് എൻവയോൺമെൻറ്റ് ടു ഹെൽപ്പ് ആൻഡ് അസിസ്റ്റ് വിത്ത് പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്താ? ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ദാറ്റ് ഹെൽപ്സ് ആൻഡ് അസിസ്റ്റ്, അതെന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു, അതുപോലെ അസിസ്റ്റ് ചെയ്യുന്നു. എന്ത്? പ്യൂപ്പിൾസ് ഡെവലപ്മെൻ്റ് ആൻഡ് ലേണിംഗ്, വിദ്യാർത്ഥികളുടെ ഡെവലപ്മെൻറ്റിനെയും ലേണിങ്ങിനെയും അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്ത്? എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെയോ ദേ ആർ ഡിസൈൻ ടു റീഇൻഫോഴ്സ് ലേണിംഗ് ആൻഡ് ഇൻ സം കേസസ് അലോ പീപ്പിൾ ടു പുട്ട് ദെയർ നോളജ് ടു ദി ടെസ്റ്റ്. എന്ത് ചെയ്യുന്നു? ഈ എഡ്യൂക്കേഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ടു റീഇൻഫോഴ്സ് ദ ലേണിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇൻ സം കേസസ് ഇറ്റ് അലോ പീപ്പിൾ ടു പുട്ട് ദെയർ നോളജ് ടു ദ ടെസ്റ്റ്. മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികളെ അവരുടെ അറിവിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ലേണിംഗ് റിസോഴ്സ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. Educational resources are built in for teachers and educators to help them deliver the best quality lessons. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പഠനം എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് ടീച്ചേഴ്സിനും അതുപോലെ എഡ്യൂക്കേറ്റേഴ്സിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത് എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്നറിയപ്പെടുന്നത്, പഠന സ്രോതസ്സുകൾ, പഠന വിഭവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ്, മെറ്റീരിയൽസ് എല്ലാം എന്താണ്? ഈ പറയുന്ന എഡ്യൂക്കേഷണൽ റിസോഴ്സ്, പഠന വിഭവങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ഇൻ ഇമ്പാർട്ടിംഗ് ഇൻഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് അക്കാഡമിക് സബ്ജക്റ്റ് ആൻഡ് കൺസെപ്റ്റ് ടു ദി സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഇത് എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിലെന്ത് ചെയ്യുന്നു? ഇന്നത്തെ കാലത്തുള്ള ഇൻ്റർനെറ്റ് ഉണ്ട്, മറ്റ് സാങ്കേതിക വിദ്യകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ റിസോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫോർ എൻഹാൻസിങ് ദി സ്റ്റുഡൻസ് ലേണിംഗ്, പീപ്പിൾസ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ലേണിംഗ് റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിനെ ലേണിംഗ് എയ്ഡ്സ് എന്നും അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് എന്നും നമുക്ക് പറയാം. ടീച്ചേഴ്സിനെ സഹായിക്കുന്നതായിട്ടുള്ള എയ്ഡ്സ്, ഉപകരണങ്ങളെന്നും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ സാധിക്കും എഡ്യൂക്കേഷണൽ റിസോഴ്സുകളെ. പിന്നീട് പറയുന്നു ഡിഫൈനിങ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. എഡ്യൂക്കേഷണൽ റിസോഴ്സുകളെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ മെറ്റീരിയൽസ്, ടൂൾസ് ഓർ സർവീസസ് യൂസ് ടു സപ്പോർട്ട് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ്. ടീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയ, അതുപോലെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതുപോലെ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. ഈ 3 കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം മെറ്റീരിയൽസ്, ടൂൾസ്, സർവീസുകളാണെന്ത്? എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്നറിയപ്പെടുന്നത്. ടീച്ചിങ്ങിനെയും ലേണിങ്ങിനെയും അസസ്മെൻറ്റിനെയും സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം മെറ്റീരിയൽസ്, ടൂൾസ്, സർവീസുകൾ, ഇവയെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ എന്ന് വിളിക്കാം. ദീസ് റിസോഴ്സസ് ക്യാൻ ബി ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ആൻഡ് ആർ ഡിസൈൻ ടു എൻഹാൻസ് ദ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഫോർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് ലൈഫ് ലോങ് ലേണേഴ്സ്. ഈ റിസോഴ്സുകൾ ഒന്നുകിൽ എന്താവാം? ഫിസിക്കലായിരിക്കാം, ഭൗതികമായിട്ടുള്ളതായിരിക്കാം, ടച്ച് ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് അത്തരത്തിലുള്ള ഫിസിക്കൽ എയ്ഡ്സ് ആയിരിക്കാം, ഉപകരണങ്ങളായിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം. അതുപോലെ തന്നെ ടീച്ചിങ് റിസോഴ്സസ് മേ ബി ഡിജിറ്റൽ. ടീച്ചിങ് റിസോഴ്സസ് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഡിജിറ്റൽ ഫോർമാറ്റിലുള്ളതായിരിക്കാം. ആൻഡ് ആർ ഡിസൈൻ ടു എൻഹാൻസ് ദ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഫോർ സ്റ്റുഡൻറ്റ്, ടീച്ചേഴ്സ് ആൻഡ് ലൈഫ് ലോങ് ലേണേഴ്സ്. കുട്ടികളുടെയും അതുപോലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ട് ലേൺ ചെയ്യുന്ന ആളുകളുടെയും അവർക്കും എന്ത് ചെയ്യുന്നു? ഒരു
അവരുടെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ എ ലേണിംഗ് എൻവയോൺമെൻറ്റ് ടു ഹെൽപ്പ് ആൻഡ് അസിസ്റ്റ് വിത്ത് ലേണിംഗ്. ഓക്കെ, ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിലാണ് എഡ്യൂക്കേഷണൽ റിസോഴ്സുകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ ബ്രില്യൻറ്റ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ടു ഹെൽപ്പ് ദം ടു ഡെലിവർ ബെസ്റ്റ് ക്വാളിറ്റി ലെസൺ. ഏറ്റവും നല്ല ക്വാളിറ്റി ലെസൺസ് പ്രൊവൈഡ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു റിസോഴ്സസ്, എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആർ എനി പേഴ്സൺ, മെറ്റീരിയൽ, സിറ്റുവേഷൻ ഓർ എക്സ്പീരിയൻസ് ഓർഗനൈസ്ഡ് ഓർ ക്രിയേറ്റഡ് to help the student or learner activity and attain the objectives of instruction. എഡ്യൂക്കേഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മേ ബി എ പേഴ്സൺ, അതൊരു വ്യക്തിയായിരിക്കും. എഡ്യൂക്കേഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാവാം, ഓർ മെറ്റീരിയൽ, അതൊരു വസ്തുവാകാം, ഓർ സിറ്റുവേഷൻ, അതൊരു സാഹചര്യമാവാം, ഓർ എക്സ്പീരിയൻസ്, ഒരു അനുഭവമാകാം. ഓർഗനൈസ് ചെയ്യപ്പെടുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാവാം. ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ഓർ ലേണർ, അതെന്ത് ആരെ സഹായിക്കുന്നു, വിദ്യാർത്ഥിയെ, ലേണറെ, പഠിതാവിനെ സഹായിക്കുന്നു. ഇൻ ദി ലേൺ ആക്ടിവിറ്റി, പഠന പ്രവർത്തനങ്ങളിൽ. ആൻഡ് അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഇൻസ്ട്രക്ഷൻ, ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ നൽകുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് പറയാൻ സാധിക്കും. ഓർ എനിത്തിങ് വിച്ച് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ഈസ് കോൾഡ് ആസ് എ റിസോഴ്സ്. കുട്ടികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന ഏതൊരു വസ്തുവിനെയും, ഏതൊന്നിനെയും നമുക്ക് എന്ത് വിളിക്കാം, റിസോഴ്സ് എന്ന് വിളിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊന്നിനെയും നമുക്ക് എന്ത് വിളിക്കുവാൻ സാധിക്കും, ഒരു റിസോഴ്സ് എന്ന് വിളിക്കുവാൻ എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഓക്കെ, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഇൻക്ലൂഡ്സ് the teachers in the school, human beings in the community, real objects, specimen or models, chalk and display boards, school building and layout, the community at large, and other fundamental materials like pencil, pen, exercise books, etc., which the learners are expected to have at any point in time to facilitate learning. എന്താ പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഇൻക്ലൂഡ്സ്, എഡ്യൂക്കേഷണൽ റിസോഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ത്, ദ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ, സ്കൂളിലുള്ള അധ്യാപകർ. പിന്നെയോ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ. അതുപോലെ തന്നെ റിയൽ ഒബ്ജക്റ്റ്, യഥാർത്ഥ വസ്തുക്കൾ. സ്പെസിമെൻ ഓർ മോഡൽസ്, മോഡൽസ് ഓർ സ്പെസിമെൻസ്. ചോക്ക് ആൻഡ് ഡിസ്പ്ലേ ബോർഡ്, ചോക്ക് അതുപോലെ ബോർഡ്. സ്കൂൾ ബിൽഡിംഗ് ആൻഡ് ലേ ഔട്ട്. അതുപോലെ കമ്മ്യൂണിറ്റി അറ്റ് ലാർജ് ആൻഡ് അതർ ഫണ്ടമെൻ്റൽ മെറ്റീരിയൽസ് ലൈക്ക് പെൻസിൽ, പെന്ന്, എക്സസൈസ് ബുക്ക്, എക്സെട്ര. Okay, which are learners are expected to have at any point in time to facilitate learning. ലേണിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊരു വസ്തുക്കൾ, ഫണ്ടമെൻ്റൽ മെറ്റീരിയൽസ്, സ്കൂൾ ബിൽഡിംഗ്, കമ്മ്യൂണിറ്റി, ചോക്ക് ആൻഡ് ബോർഡ്, സ്പെസിമെൻ മോഡൽസ്, റിയൽ മോഡൽസ്, റിയൽ ഒബ്ജക്റ്റ്, ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി, ടീച്ചേഴ്സ് ഇൻ ദി സ്കൂൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഏതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, ഒരു എഡ്യൂക്കേഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടവയാണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത പറയുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഓർ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേതാണ് അട്രാക്റ്റീവ്നെസ്, ആകർഷണീയത. അട്രാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എൻഹാൻസസ് ദ ലേണിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദി ചിൽഡ്രൻ ഓർ പീപ്പിൾ. എന്ത് ചെയ്യുന്നു? ആകർഷണീയമായിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകളാണ്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളാണ് ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ അതെന്ത് ചെയ്യും? കുട്ടികളുടെ താല്പര്യത്തെ അത് വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഡെവലപ്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് എൻത്യൂസിയാസം ഇൻ സ്റ്റുഡൻസ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ്, എൻത്യൂസിയാസം ഒക്കെ വർദ്ധിപ്പിക്കുവാനും കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുവാനും എന്ത് ചെയ്യും? അട്രാക്റ്റീവായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ സഹായിക്കുന്നു. സോ അട്രാക്റ്റീവ്നെസ് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. പിന്നെയോ ഫെമിലിയാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഡെവലപ്പ് ഫെമിലിയാരിറ്റി എമംഗ് സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു? അവരെ ഫെമിലിയർ ആക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഫെമിലിയാരിറ്റി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്.
മൂന്നാമത്തേതാണ് നോവൽറ്റി. നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുതുമ, പുതിയത് എന്നർത്ഥമാണ്. നോവൽറ്റി മീൻസ് എന്താണ്? യൂസേജ് ഓഫ് ന്യൂ മോഡേൺ ഇന്നോവേറ്റീവ് മെത്തേഡ് ടു ഫെസിലിറ്റേറ്റ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പുതിയതായിട്ടുള്ള, അതുപോലെ മോഡേൺ ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സവിശേഷതയാണ്. ഓക്കെ, നോവൽറ്റി, പുതുമയുള്ള രീതിയിലുള്ള എന്ത് ചെയ്യുക? പുതുമയുള്ളത്, മോഡേൺ ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യുക? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഉപയോഗപ്പെടുത്തുക. പിന്നെയോ യൂട്ടിലിറ്റേറിയൻ. എഡ്യൂക്കേഷണൽ റിസോഴ്സസ് മസ്റ്റ് ഹാവ് ആൻ യൂട്ടിലിറ്റേറിയൻ വാല്യൂ. എന്ത് ചെയ്യണം? ഏതൊരു എഡ്യൂക്കേഷണൽ റിസോഴ്സ് ആവട്ടെ അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടായിരിക്കണം, യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഉണ്ടായിരിക്കണം. ഇഫ് എ ടീച്ചർ യൂസസ് എൻ എഡ്യൂക്കേഷണൽ റിസോഴ്സ് ടു സപ്പോർട്ട് ദ ലേണിംഗ് ഓഫ് ദി ചിൽഡ്രൻ ഓർ പീപ്പിൾ, കുട്ടികളുടെ പഠനത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും എഡ്യൂക്കേഷണൽ റിസോഴ്സുകളെ ഒരു ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നു, ക്ലാസ് മുറിയിൽ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ that educational resource have a high utilitarian value. ആ എഡ്യൂക്കേഷണൽ റിസോഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പിന്നെയോ മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. ടെക്നോളജീസ് ആൻഡ് ഇൻ്റർനെറ്റ് റിഗാർഡഡ് ആസ് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. ഒന്നിലധികം ആവശ്യങ്ങൾക്ക്, ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളുണ്ട്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി, പ്രൊവൈഡ്സ് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റീസ്. അതായത് എന്ത് ചെയ്യും? ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്നോളജീസും ഇൻ്റർനെറ്റും. ടെക്നോളജീസ് ആൻഡ് ഇൻ്റർനെറ്റ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർനെറ്റും ടെക്നോളജീസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. അതിനെന്തുണ്ട്? ഒരു മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇൻ്റർനെറ്റ് ആൻഡ് ടെക്നോളജി ഈസ് എ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്. ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. അതിനെന്തുണ്ട്? മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെയോ ഈസി ഓഫ് ഹാൻഡ്ലിങ്. ഈസി ടു ക്യാരി ആൻഡ് ഹാൻഡിൽ ദ ലേണിംഗ് റിസോഴ്സസ് സച്ച് ആസ് ലാപ്ടോപ്സ്, സ്പാം ടോപ്സ് എക്സെട്ര. അതുപോലെയുള്ള വസ്തുക്കൾ, അതുപോലെ പ്രൊജക്ടേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ. സം ഓഫ് ദി ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ ഈസി ഓഫ് ഹാൻഡ്ലിങ് ആൻഡ് ഈസി ടു ക്യാരി. എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യുവാനും എളുപ്പത്തിൽ ക്യാരി ചെയ്യുവാനും എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. അതിലൊന്നാമത്തേതാണ് കൺസിഡർ ദ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം ആൻഡ് സ്റ്റാൻഡേർഡ്സ്. കൺസിഡർ ദ എക്സ്പെക്റ്റഡ് ടീച്ചിങ് ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ certain standards, outcomes or standards ഡിസ്ക്രൈബ്ഡ് ഇൻ ദി കരിക്കുലം. പാഠ്യപദ്ധതിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിലവാരവും അതുപോലെ പ്രതീക്ഷിതമായിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം, പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കരിക്കുലത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസിനെയും സ്റ്റാൻഡേർഡ്സിനെയും കൺസിഡർ ചെയ്യണം. പിന്നെയോ കൺസിഡർ ദ പെർട്ടിക്കുലർ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളെ എന്ത് ചെയ്യണം? പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെയോ ഡു നോട്ട് എക്സ്പോസ് സ്റ്റുഡൻസ് ടു ഹൈലി ഒഫൻസീവ് ഓർ ഒബ്സീൻ മെറ്റീരിയൽസ്. എന്ത് ചെയ്യുക? കുട്ടികൾക്ക് എന്ത് ചെയ്യുക? ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളുടെ ഭാഗമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഒഫൻസീവ് ആയിരിക്കരുത്, അത് ഒബ്സീൻ ആയിരിക്കരുത്. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഫൻസീവായിട്ടുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്? കുട്ടികൾക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി, റിസോഴ്സിൻ്റെ ഭാഗമായി നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എൻഷുർ ദാറ്റ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ സ്യൂട്ടബിൾ ഫോർ ദ ഏജ് ആൻഡ് ക്ലാസ്. ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ വയസ്സ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഒരു ക്ലാസ് മുറിയിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ ക്ലാസ് മുറിയിലെ കുട്ടികളുടെ വയസ്സ്, ആ ക്ലാസ് അത് രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യണം? പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളെ സെലക്ട് ചെയ്യേണ്ടത്. സോ ചെറിയ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന അതേ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളല്ല വലിയ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. സോ ഏജും ക്ലാസ്സും ഒക്കെ എന്താണ്?
മെൻ്റൽ എബിലിറ്റീസും ഒക്കെ ഘടകമാണ്. അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അത്തരത്തിലുള്ള ലേണിംഗ് റിസോഴ്സുകൾ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകളാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെയോ, കൺസിഡർ ദി വേർഡ്സ്, ബിഹേവിയർ, ഇമേജസ്, തീംസ് ഓഫ് ദി റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ്, ഇമ്പാക്ട് ഓൺ ദി ഓഡിയൻസ് ഗ്രൂപ്പ്. ടെക്സ്റ്റിനനുസരിച്ചുകൊണ്ട് അതുപോലെ ഓഡിയൻസ് ഗ്രൂപ്പിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ റിസോഴ്സുകളിൽ ഉള്ള വാക്കുകളെയും ബിഹേവിയേഴ്സിനെയും ഇമേജസിനെയും തീംസിനെയും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇതാണ് ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അടുത്തതാണ് ഡിഫൈനിങ് റിസോഴ്സ് സെൻറ്റർ. ഡിഫൈനിങ് ദി റിസോഴ്സ് സെൻറ്റർ ഓർ ഏരിയ. It is clear that if the resources are to be used during instruction either by teachers or learners or both, then resources are to be made available to them. നമുക്കറിയാം, റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ടീച്ചറോ അല്ലെങ്കിൽ ലേണറോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടുപേരും കൂടി ചേർന്നിട്ടോ എന്ത് ചെയ്യും, ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ആ റിസോഴ്സ് എന്ത് ചെയ്യണം, ആവശ്യമുള്ള സമയത്ത് എന്തായിരിക്കണം, അവർക്ക് അവൈലബിൾ ആയിരിക്കണം. കോൺസിക്വൻ്റ്ലി ദീസ് റിസോഴ്സസ് ആർ ടു ബി കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് സംവർ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ എന്ത് ചെയ്യേണ്ടത്, ചില സ്ഥലത്ത് കളക്ട് ചെയ്തിട്ട് ചില സ്ഥലത്ത് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ദിസ് ലൊക്കേഷൻ ഈസ് നോൺ ആസ് ദി റിസോഴ്സ് സെൻറ്റർ. ആ ഒരു ലൊക്കേഷനെ വിളിക്കുന്ന പേരാണേത്, റിസോഴ്സ് സെൻറ്റർ എന്നുള്ളത്. സോ ടീച്ചേഴ്സിനും ലേണേഴ്സിനും ഒക്കെ എന്താവശ്യമാണ്, ഒരു ഇൻസ്ട്രക്ഷൻ ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സെർട്ടൈൻ റിസോഴ്സുകൾ ആവശ്യമായിട്ടുണ്ട്. സോ ഈ റിസോഴ്സുകളെ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്ത് പോരുകയും ചെയ്യുന്നു. ദിസ് ലൊക്കേഷൻ ഈസ് നോൺ ആസ് ദി റിസോഴ്സ് സെൻറ്റർ. ഈ ലൊക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്, റിസോഴ്സ് സെൻറ്റർ എന്ന്. എ റിസോഴ്സ് സെൻറ്റർ ഈസ് എ പ്ലേസ് വിച്ച് ഹൗസസ് പ്രിൻ്റ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് ആൻഡ് വേർ റിസോഴ്സ് ബേസ്ഡ് ലേണിംഗ് മേ ബി ക്യാരിഡ് ഔട്ട്. എന്ത് ചെയ്യുന്നു, റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് അതർ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചിട്ടുണ്ടാവും. മാത്രമല്ല റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഒരു പക്ഷേ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുന്നതും ആ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എ റിസോഴ്സ് സെൻറ്റർ പ്രൊവൈഡ്സ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഫോർ റിസോഴ്സസ്. ഒരു റിസോഴ്സ് സെൻറ്റർ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, നൽകുന്നുണ്ട് എന്ത്, സ്റ്റോറേജ് ഫെസിലിറ്റി ഓഫ് റിസോഴ്സസ്. റിസോഴ്സുകളെ സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള ഒരു സൗകര്യം എന്ത് ചെയ്യുന്നു, റിസോഴ്സ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എ പ്രൊസീജിയർ ഫോർ റിട്രീവിങ് ദം. മാത്രമല്ല ആ റിസോഴ്സുകൾ അവിടെ നിന്ന് റിട്രീവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊസീജിയറും എന്ത് ചെയ്യുന്നു, നൽകപ്പെടുന്നു. റിസോഴ്സ് സെൻറ്റേഴ്സ് മേ ഹാവ് അതർ സർവീസസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. Since such a resource center is being used for facilitating learning, it is often called as resource center. എന്ത് ചെയ്യുന്നു, ഇതിന് വിളിക്കുന്ന പേരെന്തുകൊണ്ടാണ് റിസോഴ്സ് സെൻറ്റർ എന്ന്, ഇത് ലേണിങ്ങിനെ സഹായിക്കുന്നതാണ്. റിസോഴ്സുകളെ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. എ റിസോഴ്സ് സെൻറ്റർ ഈസ് എ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു എ വെറൈറ്റി ഓഫ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, മെറ്റീരിയൽസ് ആൻഡ് സർവീസസ്. ഒരു റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്, ഒരു സ്ഥലമാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, വെറൈറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇറ്റ് സെർവ് ആസ് എ ഹബ്ബ് ഫോർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ടു സപ്പോർട്ട് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസർച്ച്. എന്ത് ചെയ്യുന്നു, ഇതൊരു ഹബ്ബായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്റ്റാഫിനുമൊക്കെയുള്ള ടീച്ചിങ്, ലേണിംഗ്, റിസർച്ച് ആവശ്യങ്ങൾക്കുള്ള ഒരു ഹബ്ബായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്. പിന്നീട് പറയുന്നതാണ് റിസോഴ്സ് സെൻറ്റർ അക്കോമഡേഷൻ. എവരി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് നോർമൽ ക്ലാസ് റൂംസ്. ദ എക്സിസ്റ്റിംഗ് ക്ലാസ് റൂം മേ ബി കൺവേർട്ടഡ് ഇൻ ടു എ റിസോഴ്സ് സെൻറ്റർ. The modification of existing ordinary classes can be done with less cost. The furniture can be rearranged. Partitions, if needed, can be provided with the help of plywood. The resource center must have some place where students can work, the staff can sit, the equipment can be stored, technician can repair equipment. There should be some space for giving instruction to students. A modern resource center should be especially designed for accommodation up to the 50 students at one time. റിസോഴ്സ് സെൻറ്റർ അക്കോമഡേഷനിൽ പറയുന്നത് എന്താണ്, റിസോഴ്സ് സെൻറ്റർ അക്കോമഡേഷനിൽ പറയുന്നത് ഒരു റിസോഴ്സ് സെൻറ്റർ, ഒരു നോർമൽ ക്ലാസ് റൂം, നമുക്കറിയാം ഒരു സാധാരണ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ
വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് ചെയ്യും, നോർമൽ ക്ലാസ് റൂമുകളാണ് ഉണ്ടാവുക. നിലവിലുള്ള നോർമൽ ക്ലാസ് റൂമുകളെ വളരെ ചുരുങ്ങിയ ചെലവിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒരു റിസോഴ്സ് സെൻ്ററായിട്ട് മാറ്റാൻ സാധിക്കും. അവിടെയുള്ള ഫർണിച്ചറുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട്, പാർട്ടീഷ്യൻസ് ഉണ്ടാക്കിക്കൊണ്ട്, പ്ലൈവുഡുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരു റിസോഴ്സ് സെൻറ്ററിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള, സ്റ്റാഫിന് ഇരിക്കുവാനുള്ള, എക്യുപ്മെൻറ്റുകൾ സ്റ്റോർ ചെയ്ത് സംഭരിച്ചു വെക്കുവാനുള്ള, ടെക്നീഷ്യൻസിന് എക്യുപ്മെൻറ്റുകൾ റിപ്പയർ ചെയ്യുവാനുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ. മാത്രമല്ല ടീച്ചർക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരിക്കണം. ഒരു മോഡേൺ റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 50 പേരെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു സമയത്ത് 50 പേരെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിസോഴ്സ് സെൻറ്ററിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഒരു റിസോഴ്സ് സെൻറ്റർ അക്കോമഡേഷനിൽ എന്ത് ചെയ്യണം, അത് എളുപ്പത്തിൽ ആക്സസിബിൾ ആയിരിക്കണം, കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കണം, മാത്രമല്ല കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അതായത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം, റിപ്പയർ ചെയ്തിരിക്കണം, റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്തിരിക്കണം. പിന്നെയോ റിസോഴ്സ് സെൻറ്റർ അക്കോമഡേഷൻ സെക്യൂർ ആയിരിക്കണം, ഡാമേജസിൽ നിന്നും, തെഫ്റ്റിൽ നിന്നും, അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും ഒക്കെ എന്തായിരിക്കണം, ഈ പറയുന്ന സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നീട് പറയുന്നതാണ് ഫർണിച്ചർ ഇൻ എ റിസോഴ്സ് സെൻറ്റർ. ഫർണിച്ചർ ഇൻ എ റിസോഴ്സ് സെൻറ്റർ, ഒരു റിസോഴ്സ് സെൻറ്ററിലുള്ള ഫർണിച്ചറുകൾ, എന്തെല്ലാം ഫർണിച്ചറുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. അതിലാദ്യം പറയുന്നു സ്റ്റഡി ടേബിൾസ് ആൻഡ് ചെയേഴ്സ്. സ്റ്റഡി ടേബിൾസ്, അതുപോലെ മറ്റ് ചെയേഴ്സ്. പിന്നെയോ കംഫർട്ടബിൾ ടീച്ചിങ് ഏരിയാസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചിങ് ഏരിയാസ്, സോഫ, ആം ചെയേഴ്സ്, ബീൻ ബാഗ്സ് എക്സെട്ര. ഷെൽവിങ് യൂണിറ്റ്സ് ഫോർ സ്റ്റോറിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ബുക്സ്, റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽസ്. എന്ത് ചെയ്യുന്നു, ബുക്കുകൾ, റിസോഴ്സുകൾ, മറ്റ് മെറ്റീരിയൽസിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനും ഡിസ്പ്ലേ ചെയ്യുന്നതിനുമുള്ള ഷെൽവിങ് യൂണിറ്റുകൾ. ഡെസ്ക് ആൻഡ് വർക്ക് സ്റ്റേഷൻസ്, ഡെസ്ക്, വർക്ക് സ്റ്റേഷൻസ്, സ്റ്റാഫിന്, ട്യൂട്ടേഴ്സിന്, ലൈബ്രറിയൻസിനൊക്കെ അവരുടെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻസ് ഫോർ ആക്സസിങ് ഡിജിറ്റൽ റിസോഴ്സ്, ഡിജിറ്റൽ റിസോഴ്സുകൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻസ്, ഓൺലൈൻ ഡാറ്റാബേസുകൾ, സോഫ്റ്റ്വെയർസ്. പിന്നെയോ കൊളാബറേഷൻ ടേബിൾസ്, ഗ്രൂപ്പ് വർക്ക് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള കൊളാബറേഷൻ ടേബിൾസ്. പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്പ്ലേ ഫർണിച്ചേഴ്സ്, റിസോഴ്സുകളെ ഷോക്കേസ് ചെയ്യുന്നതിന്, എക്സിബിറ്റ് ചെയ്യുന്നതിന്, പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്പ്ലേ ഫർണിച്ചേഴ്സ്. അതുപോലെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ്, അതുപോലെ അക്യൂസ്റ്റിക് പാനൽസ്, അതുപോലെ ഫ്ലെക്സിബിൾ ആൻഡ് മോഡുലർ ഫർണിച്ചർ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്ത് ചെയ്യുന്നു ഫർണിച്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസോഴ്സ് സെൻറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്റ്റോർ ചെയ്യുന്നതിന്, പഠിക്കുന്നതിന്, വർക്ക് ടേബിൾസ്, ഇങ്ങനെ ഡിസ്പ്ലേ സ്റ്റാൻഡുകൾ, കാറ്റലോഗ്, ഇൻഡെക്സ് ഫർണിച്ചറുകൾ, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസോഴ്സ് സെൻറ്ററിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ. അടുത്തതാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസോഴ്സ് സെൻറ്റർ. ഒരു റിസോഴ്സ് സെൻറ്ററിൻ്റെ എയിംസും അതുപോലെ ഒബ്ജക്റ്റീവ്സും എല്ലാം എന്തെല്ലാമാണ്. ഓക്കെ. ആദ്യമായി പറയുന്നു എയിംസ്. എയിംസിൽ പറയുന്നതാണ് സപ്പോർട്ട് ലേണിംഗ്, പ്രൊവൈഡ് റിസോഴ്സസ് ആൻഡ് സർവീസസ് ദാറ്റ് എൻഹാൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. എന്ത് ചെയ്യുന്നു, ലേണിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതിന് റിസോഴ്സുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നു ഒരു റിസോഴ്സ് സെൻറ്റർ. സോ സപ്പോർട്ട് ലേണിംഗ്. പിന്നെയോ ഫോസ്റ്റർ റിസർച്ച്, എന്ത് ചെയ്യുന്നു, ഗവേഷണത്തെ വളർത്തുന്നു. ഓഫർ ആക്സസ് ടു ഇൻഫോർമേഷൻ ആൻഡ് ടൂൾസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് റിസർച്ച് ആൻഡ് ഇൻക്വയറി. റിസർച്ചിനെയും ഇൻക്വയറിയെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസും ടൂൾസും ഒക്കെ എന്ത് ചെയ്യുന്നു, അതിൽ ആക്സസ് ചെയ്യുന്നുണ്ട്, അത് ഓഫർ ചെയ്യുന്നുണ്ട് ഒരു റിസോഴ്സ് സെൻറ്റർ. സോ ഫോസ്റ്റർ റിസർച്ച്, റിസർച്ചിനെ ഫോസ്റ്റർ ചെയ്യുന്നു. പിന്നെ പ്രൊമോട്ട് കൊളാബറേഷൻ, ക്രിയേറ്റ് എ സ്പേസ് ദാറ്റ് എൻകറേജസ് ഗ്രൂപ്പ് വർക്ക്, ഡിസ്കഷൻ ആൻഡ് നോളജ് ഷെയറിങ്. എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് വർക്ക്, ഡിസ്കഷന്, നോളജ് ഷെയറിങ് ഒക്കെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. പിന്നെയോ ഡെവലപ്പ് സ്കിൽസ്, ഹെൽപ്പ് യൂസേഴ്സ് ടു ഡെവലപ്പ് എസെൻഷ്യൽ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ വളർത്തിയെടുക്കുവാൻ എന്ത് ചെയ്യുന്നു, ഒരു റിസോഴ്സ് സെൻറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പിന്നെയോ എൻഹാൻസ് ആക്സസിബിലിറ്റി, എൻഷുർ ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് സർവീസ് ഫോർ ഓൾ യൂസേഴ്സ്. എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യുക, ഒരു ഈക്വൽ ആയിട്ടുള്ള ആക്സസ് എന്ത് ചെയ്യുന്നു, റിസോഴ്സുകളിലേക്കും സർവീസുകളിലേക്കും ഉറപ്പുവരുത്തുന്നു. പിന്നെയോ ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്തത്. പ്രൊവൈഡ് ആക്സസ് ടു റെലവൻറ്റ് റിസോഴ്സസ്, നേരത്തെ പറഞ്ഞ പോലെ പ്രൊവൈഡ് ആക്സസ് ടു റെലവൻറ്റ് റിസോഴ്സസ്. ഡെവലപ്പ് യൂസർ ലിറ്ററസി, യൂസേഴ്സിൻ്റെ ലിറ്ററസി എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. സപ്പോർട്ട് കരിക്കുലം ഡെലിവറി, ഒരു കരിക്കുലത്തെ, പാഠ്യപദ്ധതിയിലുള്ള കാര്യങ്ങളെ കൃത്യമായി ഡെലിവർ ചെയ്യുന്നതിന്, കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഒരു റിസോഴ്സ് സെൻറ്റർ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നെയോ ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്,
എന്ത് ചെയ്യുന്നു, ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതത്തിലുടനീളമുള്ള പഠനം എന്ന് പറയുന്ന ഒരു കൾച്ചറിനെ, ഒരു സംസ്കാരത്തെ എന്ത് ചെയ്യുന്നു, വളർത്തിയെടുക്കുന്നു. പിന്നെയോ മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് സർവീസസ്, എന്ത് ചെയ്യുന്നു, സർവീസുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെയോ കൊളാബറേറ്റ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റാഫ് പോലെ കമ്മ്യൂണിറ്റി പോലെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. പിന്നെയോ സ്റ്റേ കറൻറ്റ് വിത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, പുതിയ ടെക്നോളജീസ്, പുതിയ ഡിജിറ്റൽ റിസോഴ്സുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ്, ഒരു നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസിനെ നേടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതാണ് റിസോഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എ റിസോഴ്സ് ബാങ്ക് ഈസ് എ സെൻട്രലൈസ്ഡ് repository of educational resources, materials and tools that can be accessed, utilized by teachers, students and staff. ഒരു റിസോഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന സെൻട്രലൈസ്ഡ് റിപ്പോസിറ്ററി ഓഫ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്. എന്ത് ചെയ്യുന്നു, ഒരു സെൻട്രലൈസ് കേന്ദ്രീകൃതമായിട്ടുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സുകളുടെയും മെറ്റീരിയൽസിൻ്റെയും ടൂൾസിൻ്റെയും ഒക്കെ ഒരു കളക്ഷനാണ്. അത് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം? ടീച്ചേഴ്സിനും സ്റ്റുഡൻറ്റിനും സ്റ്റാഫിനും ഒക്കെ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. It is a collection of valuable resources that support teaching, learning and professional development. Okay, so a resource bank is a curated selection of research-based resources that teachers can use to scaffold access to classroom tasks for all learners, especially those with foundational needs. Okay, so ഇവിടെ ഒരു റിസോഴ്സ് ബാങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളുണ്ട്. ഓക്കെ, ഒരു 6 കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിസോഴ്സ് ബാങ്കിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഹൗ ടു യൂസ് ദി ബാങ്ക്, ആദ്യം എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു റിസോഴ്സ് ബാങ്കിനെ ഉപയോഗിക്കുക എന്നുള്ള കാറ്റഗറിയാണ്. പിന്നീട് റീഡിംഗ് റിസോഴ്സസ്, റൈറ്റിംഗ് റിസോഴ്സസ്, ലാംഗ്വേജ് റിസോഴ്സസ്, മാത്സ് റിസോഴ്സസ്, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് റിസോഴ്സസ്, ഇങ്ങനെയുള്ള 6 കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, കൺസെപ്റ്റുകൾ ഉള്ളത്. ഓക്കെ, പിന്നെ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഇൻ എ റിസോഴ്സ് ബാങ്ക്. റിസോഴ്സ് ബാങ്കിലുള്ള എന്തെല്ലാം തരത്തിലുള്ള റിസോഴ്സുകളുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഇതൊക്കെ നമുക്ക് പറയാം. ലെസൺ പ്ലാൻസ് ആൻഡ് ആക്ടിവിറ്റീസ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ടൂൾസ്, മൾട്ടിമീഡിയ റിസോഴ്സസ്, ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് റിസോഴ്സസ്, സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ കോഴ്സസ് ആൻഡ് ട്യൂട്ടോറിയൽസ്, പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ ബുക്സ്, റിസർച്ച് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്, ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് മാനിപ്പുലേറ്റീവ് ആക്സസിബിലിറ്റി റിസോഴ്സ്. സോ ലെസൺ പ്ലാനുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ട്, അസസ്മെൻറ്റ് ഇവാലുവേഷൻ ടൂൾസ് ഉണ്ട്, മൾട്ടിമീഡിയ വീഡിയോ, ഓഡിയോ, ഇമേജ് ഫയലുകളൊക്കെ ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട റിസോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയറുകളും മറ്റ് ആപ്ലിക്കേഷൻസും ഉണ്ട് ലേണിങ്ങിനെ സഹായിക്കുന്ന. ഓൺലൈൻ കോഴ്സുകൾ, ട്യൂട്ടോറിയൽസ്, പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ ബുക്സ്, റിസർച്ച് പേപ്പേഴ്സ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത്, റിസോഴ്സ് ബാങ്ക്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടെ റിസോഴ്സ് ബാങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത കൺസെപ്റ്റാണ് ഇത് റിസോഴ്സ് ഐലൻഡ് എന്നറിയപ്പെടുന്നത്. റിസോഴ്സ് ഐലൻഡ്, അതിൽ പറയുന്നു, ഇറ്റ് ഈസ് എ സെൻട്രലി ലൊക്കേറ്റഡ് ഏരിയ ഇൻ എ ക്ലാസ് റൂം വേർ റിസോഴ്സസ് ആർ മെയ്ഡ് അവൈലബിൾ. ഒരു ക്ലാസ് മുറിയിൽ എന്ത് ചെയ്തു, ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും എന്ത് ചെയ്യും, ലഭ്യമാക്കുന്നതാണ് ഇത്. ഇറ്റ് ഈസ് എൻ ഏരിയ ഇൻ ദി ക്ലാസ് റൂം വേർ റിസോഴ്സസ് ആർ മെയ്ഡ് അവൈലബിൾ ഇൻ ഓൾ സൈഡ്സ്. എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് മുറിയിലുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂമിലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന റിസോഴ്സ് ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ചാർട്ട്, മാപ്പ്, ടെക്സ്റ്റ് ബുക്ക്, ഡിക്ഷണറീസ് ആൻഡ് അതർ ഡേ ടു ഡേ ടീച്ചിങ് റിസോഴ്സസ് ആർ കെപ്റ്റ് സബ്ജക്റ്റീവ് ഇൻ ഓൾ സൈഡ്സ് ഓഫ് ദി ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ടാവും, അന്നന്നത്തെ ഡേ ടു ഡേ ടീച്ചിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ടുകളും മാപ്പുകളും ടെക്സ്റ്റ് ബുക്കുകളും ഡിക്ഷണറീസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ക്ലാസ് റൂമിൽ തന്നെ. അതിനെയാണ് റിസോഴ്സ് ഐലൻഡ് എന്ന് വിളിക്കുന്നത്. വൈൽ ടീച്ചർ ടീച്ചിങ് ഇൻ ദി ക്ലാസ്, ടീച്ചർ സ്റ്റുഡൻറ്റ് യൂസ് ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ ദി ക്ലാസ്. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചറോ സ്റ്റുഡൻറ്റോ എന്ത് ചെയ്യാം, ആ ക്ലാസ് മുറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആ റിസോഴ്സുകളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ദേ നീഡ് നോട്ട് ടു ഗോ ടു ദ റിസോഴ്സ് സെൻറ്റർ. ആ സ്കൂളിലെ റിസോഴ്സ് സെൻറ്ററിലേക്ക് അവർക്ക് എന്ത് ചെയ്യുക, പോവേണ്ട ആവശ്യമില്ല. ആൻഡ് ബ്രിങ് നെസസറി ടീച്ചിങ് ഐറ്റംസ് ടു ദി ക്ലാസ്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആ ക്ലാസ്സിന് ആവശ്യമുള്ള റിസോഴ്സുകളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, റിസോഴ്സ് സെൻറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, ഈ ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എവിടെ തന്നെ ഉണ്ടാവും, ആ ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ടാകും. പവർ പോയിൻറ്റ്സ്, വർക്ക് ഷീറ്റ്സ്, ബുക്സ്, ഡിക്ഷണറീസ് ഒക്കെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള റിസോഴ്സുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ന്യൂസ് പേപ്പർ, മാഗസിൻസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, ലീഫ്ലെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള റിസോഴ്സുകളൊക്കെ റിസോഴ്സ് ഐലൻഡിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഒരു ക്ലാസ് റൂമിലുണ്ടാവും.
അടുത്തതാണ് റിസോഴ്സ് പെനിൻസുല എന്നറിയപ്പെടുന്നത്. ഇൻ ജിയോഗ്രഫി, മീനിങ് ഓഫ് പെനിൻസുല ഈസ് എ പീസ് ഓഫ് ലാൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് സറൗണ്ടഡ് ബൈ വാട്ടർ ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ മെയിൻ ലാൻഡ് ഓൺ വൺ സൈഡ്. ഓക്കെ, പെനിൻസുല എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് ലാൻഡാണ്. അത് ഓൾമോസ്റ്റ് അതിൻ്റെ ഭൂരിഭാഗവും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. എന്നാൽ ഒരു ഭാഗം മാത്രം കരയുമായിട്ട് എന്ത് ചെയ്തു, കണക്റ്റഡ് ആണ്. ഇൻ എഡ്യൂക്കേഷൻ, റിസോഴ്സ് പെനിൻസുല ഈസ് അൻ ഏരിയ ഓൺ വൺ സൈഡ് ഓഫ് എ ക്ലാസ് റൂം വേർ റിസോഴ്സസ് ആർ കെപ്റ്റ്. എന്ത് ചെയ്യുന്നു, റിസോഴ്സ് പെനിൻസുല എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ക്ലാസ് റൂമിലെ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നു, എല്ലാ റിസോഴ്സുകളും, ഈ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ റിസോഴ്സുകളെയും ഒരു ഭാഗത്ത് മാത്രം പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണെന്ത്, ഈ പറയുന്ന റിസോഴ്സ് പെനിൻസുല എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, ഡിജിറ്റൽ ഓർ നോൺ ഡിജിറ്റൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ലേണിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഓഫ് റിസോഴ്സ് സെൻറ്റർ. റിസോഴ്സ് സെൻറ്ററിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇത് ഈ പറയുന്ന റിസോഴ്സ് പെനിൻസുല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ ദ എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സ് ഓഫ് പെനിൻസുല. റിസോഴ്സ് പെനിൻസുലയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പവർ പോയിൻറ്റ്സ്, വീഡിയോസ്, മിക്സിംഗ് ഓഡിയോ വിത്ത് വിഷ്വൽ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ്, വർക്ക് ഷീറ്റ്സ്. ഓക്കെ, വർക്ക് ഷീറ്റുകൾ, ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വർക്ക് ഷീറ്റുകൾ, അതുപോലെ ബുക്സ് ആൻഡ് ഡിക്ഷണറീസ്, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്, ലീഫ്ലെറ്റ്സ് ഒക്കെ എന്താണ്, റിസോഴ്സ് പെനിൻസുലയ്ക്ക് എന്താണ്, ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്. ടൈപ്സ് ഓഫ് റിസോഴ്സ്, എന്തെല്ലാം തരത്തിലുള്ള റിസോഴ്സുകളാണ്, വിഭവങ്ങളാണ് പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ലേണിംഗ് റിസോഴ്സ്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൽ പെട്ടത് ഏതൊക്കെയാണ്? അതിലൊന്നാമത്തേതാണ് പ്രിൻ്റ് ബേസ്ഡ് റിസോഴ്സുകൾ. പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകളാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് റെഫറൻസ് ബുക്ക് ആൻഡ് മാനുവൽസ്. ദീസ് ആർ യൂഷ്വലി എക്സ്പെൻസീവ് റിസോഴ്സസ് ദ ലേണേഴ്സ് റെഫർ ടു വെൻ വർക്കിംഗ് ഓൺ ദി റിസോഴ്സ് സെൻറ്റർ. ഓക്കെ, റെഫറൻസ് ബുക്കുകൾ അതുപോലെ മാനുവൽസ് എന്താണ്, പ്രധാനപ്പെട്ട ഒരു പ്രിൻ്റ് ബേസ്ഡ് റിസോഴ്സാണ്. പിന്നെയോ ടെക്സ്റ്റ് ബുക്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് കോഴ്സ് റിലേറ്റഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. എന്ത് ചെയ്യണം, ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിന് ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ആവശ്യമാണ്. ഇറ്റ് ഈസ് എ പ്രൈമറി റിസോഴ്സസ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ പ്രൈമറി റിസോഴ്സുകളിൽ പെട്ടതാണ് ഇത് ടെക്സ്റ്റ് ബുക്കുകൾ. സോ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിൻ്റ് ബേസ്ഡ് റിസോഴ്സിൽ ഉൾപ്പെട്ടതാണ്. പിന്നെയോ പീരിയോഡിക്കൽസ്, ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ മാഗസിൻസ് ആൻഡ് ജേർണൽസ്. എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കൽസ് ഉണ്ടാവും. പലപ്പോഴും എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് അടങ്ങുന്ന പീരിയോഡിക്കൽസ് ടീച്ചേഴ്സിനും ലേണേഴ്സിനും ഒരുപോലെ എന്ത് ചെയ്യുക, ഉപയോഗിക്കാവുന്ന എക്സ്പെൻസീവായിട്ടുള്ള ഒരു ലേണിംഗ് റിസോഴ്സാണ് ഇത് പീരിയോഡിക്കൽസ്, ടെക്നിക്കൽ, പ്രൊഫഷണൽ മാഗസിൻസ്, ജേർണൽസുകളെല്ലാം. പിന്നെയോ കളക്ഷൻസ്. ദീസ് കൺസിസ്റ്റ് ഓഫ് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് സംടൈംസ് റീറ്റെയിൻഡ് അണ്ടർ സബ്ജക്റ്റ് ഹെഡിങ്സ് ആൻഡ് സംടൈംസ് കെപ്റ്റ് ലൂസ്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്സുകൾ ഉണ്ടാവും, അതിൽ കട്ടൗട്ട് ആർട്ടിക്കിൾസിൽ നിന്നുള്ള കട്ടൗട്ടുകൾ ഉണ്ടാവും, കൊമേഴ്ഷ്യലി ബ്രോട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ പാക്സ് ഉണ്ടാവും, ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഡയഗ്രാംസ്, ഗ്രാഫ്, ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളവയുടെ ഒരു കളക്ഷനാണ്, ശേഖരമാണത് ഈ പറയുന്നത്. അത് പ്രിൻ്റ് ബേസ്ഡ് റിസോഴ്സാണ്. പിന്നെയോ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇൻസ്ട്രക്ഷൻ നൽകുന്നതിനാവശ്യമായി തയ്യാറാക്കിയിട്ടുള്ള മൊഡ്യൂൾസ്, സെമി പ്രോഗ്രാംഡ് ലേണിംഗ് മൊഡ്യൂൾസ്, ക്യാപ്സ്യൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആണ്, അതുണ്ടാവും. ഓക്കെ, പിന്നെ നോൺ പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകളുണ്ട്. പ്രിൻ്റ് ബേസ്ഡ് അല്ലാത്ത നോൺ പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ. അതിൽപ്പെട്ടതാണ് ഇത് ഓഡിയോ, സ്റ്റിൽ ഇമേജ് പ്രൊജക്ഷൻ, മൂവിങ് ഇമേജ് പ്രൊജക്ഷൻ, റേഡിയോ ഒക്കെ എന്താണ്, എന്തിനുദാഹരണമാണ്, ഈ പറയുന്ന പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾക്ക് എന്താണ് ഉദാഹരണമായി, നോൺ പ്രിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾക്ക് ഉദാഹരണമായി നമുക്ക് എന്ത് ചെയ്യാം, പറയുവാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നീട് അതിൽ വരുന്നതാണ് ഇത് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസോഴ്സ്. മറ്റുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സുകളിൽ പെട്ട മറ്റുള്ളവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അവിടെ എന്ത് ചെയ്യാം, മൾട്ടിമീഡിയ റിസോഴ്സുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ ആൻഡ് വർക്ക് ബുക്കുകൾ ഓൾറെഡി പറഞ്ഞു. മൾട്ടിമീഡിയ റിസോഴ്സുകൾ, സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ടൂൾസ്, ലൈബ്രറീസ് ആൻഡ് ഡാറ്റാബേസ്, ടീച്ചിങ് എയ്ഡ്സ്, വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻസ് ഒക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സുകളിൽ പെട്ടത് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ റിസോഴ്സുകൾ ഓഫ്ലൈൻ റിസോഴ്സുകളെന്നും ഓൺലൈൻ റിസോഴ്സുകളെന്നും പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇത് CD ROM, റീഡ് ഓൺലി മെമ്മറി, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, PC ഗെയിംസ്, കമ്പ്യൂട്ടറിലുള്ള ഗെയിംസ് അല്ലേ,
പല എഡ്യൂക്കേഷണൽ ഗെയിംസുകളുണ്ട്. ക്രോസ് വേർഡ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസുകൾ. പിന്നീട് ഓൺലൈനായിട്ടുള്ള റിസോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ ലേണിംഗ് റിസോഴ്സുകളും അതിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മാത്തമാറ്റിക്കൽ റിസോഴ്സ്. മാത്തമാറ്റിക്കൽ റിസോഴ്സിന് ചില എക്സാമ്പിൾസൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു. mathsforum.org, www.applesfortheteacher.com, www.aplusmath.com, www.cutthenote.com, Kahoot. ഇവയൊക്കെ എന്താണ്, മാത്തമാറ്റിക്കൽ റിസോഴ്സുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാം, പറയുവാൻ സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ മാത്തമാറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറയുവാൻ സാധിക്കും റിസോഴ്സുകൾ. പിന്നീട് വരുന്നതാണ് യൂസേഴ്സ് ആൻഡ് ദെയർ റോൾ ഇൻ റിസോഴ്സ് സെൻറ്റർ. ഒരു റിസോഴ്സ് സെൻറ്ററിൽ യൂസേഴ്സിൻ്റെ റോളുകൾ എന്തെല്ലാമാണ്, ഓക്കെ, യൂസേഴ്സിൻ്റെ റോള് എന്തെല്ലാമാണ് റിസോഴ്സ് സെൻറ്ററിൽ എന്നുള്ളതാണ് എന്ത് നോക്കുന്നത്. ഒന്നാമത്തതാണ് മനസ്സിലാക്കേണ്ട ടൈപ്പ് ഓഫ് യൂസേഴ്സ് എന്നുള്ളതാണ്. ഏതെല്ലാം തരത്തിലുള്ള യൂസേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിസോഴ്സ് സെൻറ്ററിൽ ഉള്ളത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതിലൊന്ന് സ്റ്റുഡൻസ് ആണ്. പ്രൈമർലി യൂസേഴ്സ് ഓഫ് ദി റിസോഴ്സ് സെൻറ്റർ സീക്കിംഗ് അക്കാഡമിക് സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്. എന്ത് ചെയ്യുന്നു, അക്കാഡമിക് സപ്പോർട്ടും റിസോഴ്സിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ റിസോഴ്സ് സെൻറ്ററിനെ ഉപയോഗിക്കുന്നത്. പിന്നെയോ ടീച്ചേഴ്സ് ഓർ എഡ്യൂക്കേറ്റേഴ്സ് ആണ് അടുത്തത്. യൂസ് ദ റിസോഴ്സ് സെൻറ്റർ ടു പ്രിപ്പയർ ലെസൺസ്, ആക്സസ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻറ്റ് ലേണിംഗ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ലെസൺ പ്രിപ്പയർ ചെയ്യുന്നതിന്, എഡ്യൂക്കേഷൻ റിസോഴ്സിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന്, സ്റ്റുഡൻറ്റ് ലേണിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ റിസോഴ്സ് സെൻറ്ററിനെ യൂസ് ചെയ്യുന്നു. പിന്നെയോ റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ദ റിസോഴ്സ് സെൻറ്റർ ഫോർ ഇൻഡെപ്ത് റിസർച്ച്. ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റിസോഴ്സ് സെൻറ്ററുകളെ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ സ്റ്റാഫ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ദ റിസോഴ്സ് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റുഡൻറ്റ് സർവീസസ്. പിന്നെയോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ് സച്ച് ആസ് അലുമിനി, ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഹു ആക്സസ് റിസോഴ്സസ് ആൻഡ് സർവീസസ്. പിന്നെയോ ലൈബ്രറിയൻസ് ഓർ റിസോഴ്സ് സെൻറ്റർ സ്റ്റാഫ് മാനേജ് ദ റിസോഴ്സ് സെൻറ്റർ, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ റിസോഴ്സസ്. സോ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഒരു റിസോഴ്സ് സെൻറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസേഴ്സായിട്ട് വരുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ റോളാണ് നമ്മളിവിടെ പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുള്ള യൂസേഴ്സ് ഉണ്ട് ഒരു റിസോഴ്സ് സെൻറ്ററിൽ. അവരുടെ റോള്, ഒരു റിസോഴ്സ് സെൻറ്ററിലെ അവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്, വ്യത്യാസപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് അതിൽ പറയുന്നു റോൾ ഓഫ് ടീച്ചർ ഇൻ റിസോഴ്സ് സെൻറ്റർ. ഒരു ടീച്ചറുടെ റോൾ എന്താണ് ഒരു റിസോഴ്സ് സെൻറ്ററിൽ എന്നുള്ളതാണ്. ഈ കാണുന്ന പോലെ ഫോർ കരിക്കുലം സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചർ റിസോഴ്സ് സെൻറ്ററിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. ടീച്ചർ യൂസ് ദ റിസോഴ്സ് സെൻറ്റർ ടു സപ്പോർട്ട് കരിക്കുലം ഡെലിവറി, ആക്സസിങ് റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് എൻഹാൻസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പിന്നെയോ റിസോഴ്സ് സെലക്ഷൻ. ടീച്ചേഴ്സ് കൊളാബറേറ്റ് വിത്ത് ലൈബ്രറിയൻസ് ഓർ റിസർച്ച് സെൻറ്റർ സ്റ്റാഫ് ടു സെലക്ട് ആൻഡ് ഇവാലുവേറ്റ് റിസോഴ്സസ്, എൻഷുർ റെലവൻസ് ആൻഡ് ആക്യുറസി. റിസോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സ് സെൻറ്ററിനെ ടീച്ചർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ ലെസൺ പ്ലാൻ. ടീച്ചർ യൂട്ടിലൈസ് ദ റിസോഴ്സ് സെൻറ്റർ ടു പ്ലാൻ ആൻഡ് പ്രിപ്പയർ ലെസൺസ്. എന്ത് ചെയ്യുന്നു, ലെസൺ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസോഴ്സ് സെൻറ്റർ ഒരു ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെയോ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ടീച്ചേഴ്സ് ബ്രിങ് ക്ലാസ്സസ് ടു ദ റിസോഴ്സ് സെൻറ്റർ ഫോർ ഇൻസ്ട്രക്ഷൻ. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവിടെ ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ റിസോഴ്സ് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും ടീച്ചർ റിസോഴ്സ് സെൻറ്ററിനെ ഉപയോഗിക്കുന്നു. പിന്നെയോ സ്റ്റുഡൻറ്റ് സപ്പോർട്ട്. ടീച്ചർ റെഫർ സ്റ്റുഡൻസ് ടു റിസോഴ്സ് സെൻറ്റർ ഫോർ അഡീഷണൽ സപ്പോർട്ട്. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിനെ റിസോഴ്സ് സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, അഡീഷണൽ സപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെയോ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ടീച്ചേഴ്സ് യൂസ് ദ റിസോഴ്സ് സെൻറ്റർ ഫോർ ദെയർ പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് ആക്സസിങ് റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് ടു എൻഹാൻസ് ദെയർ ടീച്ചിങ് പ്രാക്ടീസസ്. എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു, റിസോഴ്സ് സെൻറ്ററിന് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ കൊളാബറേഷൻ. ടീച്ചർ വർക്ക് വിത്ത് ലൈബ്രറിയൻസ് ഓർ റിസർച്ച് സ്റ്റാഫ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് റിസോഴ്സ് ബേസ്ഡ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ഡെവലപ്പ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു, ലൈബ്രറിയനോടോ അല്ലെങ്കിൽ റിസോഴ്സ് സെൻറ്റർ സ്റ്റാഫുമായി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. പിന്നെയോ റിസോഴ്സ് ഇൻ്റഗ്രേഷൻ.
Teachers integrate resources and materials into their teaching practices, ensuring seamless access to information and learning opportunities. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? റിസോഴ്സുകളെയും മെറ്റീരിയലുകളെയും എന്ത് ചെയ്യുന്നു? അയാളുടെ അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് പ്രാക്ടീസുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഒരു വലിയ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നു? വഴി ഒരുങ്ങുന്നു. പിന്നെയോ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. ടീച്ചേഴ്സ് യൂസ് റിസോഴ്സ് സെൻറ്റർ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ടു ആക്സസ് ആൻഡ് ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ്. സ്റ്റുഡൻസ് ലേണിങ്ങിനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സ് റിസോഴ്സ് സെൻറ്ററുകളെയും മെറ്റീരിയലുകളെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ പ്രൊമോട്ടിംഗ് റിസോഴ്സ് സെൻറ്റർ സർവീസുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ റോൾ ഓഫ് ലേണേഴ്സ് ഇൻ റിസോഴ്സ് സെൻറ്റർ. ലേണേഴ്സിൻ്റെ പങ്കെന്താണ്? സ്റ്റുഡൻസിൻ്റെ പങ്കെന്താണ് റിസോഴ്സ് സെൻറ്ററിൽ എന്നുള്ളത്? ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ സീക്കേഴ്സ്. എന്ത് ചെയ്യുന്നു? ലേണേഴ്സ് സെർച്ച് ഫോർ ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽസ് ഫ്രം റിസോഴ്സ് സെൻറ്റർ. ഒരു റിസോഴ്സ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലേണേഴ്സ് റിസോഴ്സ് സെൻറ്ററിനെ ഉപയോഗിക്കുന്നു. പിന്നെയോ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ് ഓർ സെൽഫ് ലേണേഴ്സ്. ലേണേഴ്സ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദിയർ ലേണിംഗ് യൂസിങ് റിസോഴ്സ് സെൻറ്റർ റിസോഴ്സസ് ടു എക്സ്പ്ലോർ ടോപ്പിക് ആൻഡ് ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യുന്നു? സെൽഫ് ലേണിംഗ്, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് എന്ത് ചെയ്യുന്നു? കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ ഒന്നും സഹായമില്ലാതെ അവർ സ്വയം എന്ത് ചെയ്യുക? സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള റിസോഴ്സുകൾ എവിടെ നിന്നാണ് കിട്ടുക? ഈ പറയുന്ന റിസോഴ്സ് സെൻറ്ററിൽ നിന്നാണ് കിട്ടുക. സോ അവരൊരു ഇൻഡിപെൻഡൻറ്റ് ലേണർ ആണെങ്കിൽ അവർക്കുള്ള ഇൻഫോർമേഷൻ ഇവിടെ കിട്ടാൻ സഹായിക്കുന്നു. പിന്നെയോ ക്രിട്ടിക്കൽ തിങ്കേഴ്സാണ്. ലേണേഴ്സ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, ഇവാലുവേറ്റിംഗ് ആൻഡ് അനലൈസിങ് ഇൻഫോർമേഷൻ ആൻഡ് റിസോഴ്സസ്. പിന്നെയോ കൊളാബറേറ്റേഴ്സ്. ലേണേഴ്സ് വർക്ക് ടുഗെദർ ഷെയറിംഗ് റിസോഴ്സസ്, ഐഡിയാസ് ആൻഡ് എൻഗേജിങ് ഇൻ പിയർ ടു പിയർ ലേണിംഗ്. എന്ത് ചെയ്യുന്നു? ലേണേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നു, ആശയങ്ങൾ ഷെയർ ചെയ്യുന്നു. പിയർ ടു പിയർ ലേണിംഗ് എന്ത് ചെയ്യുന്നു? ഈ റിസോഴ്സ് സെൻറ്ററിൻ്റെ സഹായത്തോടെ സാധ്യമാകുന്നു. പിന്നെയോ സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ്. ലേണേഴ്സ് സെറ്റ് ഗോൾസ്, പ്രയോറിറ്റൈസ് ടാസ്ക് ആൻഡ് മാനേജ് ദെയർ ടൈം, ഡെവലപ്പ് എസെൻഷ്യൽ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് സ്കിൽസ്. സോ അതിന് വേണ്ടി സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിങ്ങിനും എന്ത് ചെയ്യുന്നു? ലേണേഴ്സിനെ എന്ത് സഹായിക്കുന്നുണ്ട്? റിസോഴ്സ് സെൻറ്റർ സഹായിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത്തരത്തിലുള്ള സഹായങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ റോൾ ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ റിസോഴ്സ് സെൻറ്റർ. ഒരു റിസോഴ്സ് സെൻറ്ററിൽ ഒരു ടെക്നിക്കൽ സ്റ്റാഫ്, ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ പങ്ക് എന്താണ്? ഒന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനാണ്. മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ റിസോഴ്സ് സെൻറ്റർ സിസ്റ്റംസ്, എൻഷ്യൂർ സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് ആക്സസ്. ഒരു റിസോഴ്സ് സെൻറ്ററിലുള്ള സിസ്റ്റംസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒരു റോൾ. പിന്നെയോ ടെക്നിക്കൽ സപ്പോർട്ട്. പ്രൊവൈഡ് അസിസ്റ്റൻസ് വിത്ത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് എക്യുപ്മെൻറ്റ്, റിസോൾവിങ് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ടെക്നിക്കൽ സപ്പോർട്ട് നൽകുക. പിന്നെയോ ഡിജിറ്റൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എന്ത് ചെയ്യുക? ഡിജിറ്റൽ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. മാനേജിങ് ദി ഡിജിറ്റൽ റിസോഴ്സ്. ഡിജിറ്റൽ റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? കൃത്യമായി മാനേജ് ചെയ്യുക. ഡാറ്റാബേസ്, അതുപോലെ ഇ ബുക്ക് അഥവാ ഇലക്ട്രോണിക് ബുക്ക്, അതുപോലെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. പിന്നെ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്. എക്യുപ്മെൻറ്റ്സിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടർ, പ്രിൻ്റർ, മറ്റ് മൾട്ടിമീഡിയ ടൂൾസ് റിസോഴ്സ് സെൻറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ യൂസർ ട്രെയിനിങ്. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ് ഓൺ യൂസിങ് റിസോഴ്സ് സെൻറ്റർ ടെക്നോളജി ആൻഡ് റിസോഴ്സസ്. റിസോഴ്സ് സെൻറ്ററിലുള്ള ടെക്നോളജികളെയും റിസോഴ്സുകളെയും ഉപയോഗിക്കുന്നതിനുള്ള ട്രെയിനിങ് എന്ത് ചെയ്യുക? യൂസർക്ക് നൽകുക എന്നുള്ളതും ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ റോളാണ്. ഓക്കെ, സോ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.